ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്നറിയോ? മഴയൊക്കെ പിടിക്കുമ്പോൾ കർക്കിടക മാസത്തിലൊക്കെ പണ്ടുള്ളവർ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നതാണ് പനംപൊടി കൊണ്ട് കുറുക്കുമൊക്കെ അല്ലേ? പനംപൊടി കുറുക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് കറി കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ പനംപൊടി വിരകിയിട്ട് മധുരമൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കും. അപ്പൊ നമ്മള് പനംപൊടി നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാവേ. എന്തൊക്കെയാ വേണ്ടിയെന്ന് ചോദിച്ചാൽ ഞാനിപ്പം 4-5 സ്പൂണോളം ഉണ്ടാവുക. ഒരു അരക്കപ്പ് പനംപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് നെയ്യ്, ശർക്കരപ്പൊടി, പിന്നെ വെള്ളം, അതൊക്കെ തന്നെയാണ് ആവശ്യമുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. സ്റ്റൗവൊക്കെ ആദ്യം തന്നെ ഓൺ ചെയ്ത് വെക്കണം. ഇത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാ വീടുകളിലും ഇങ്ങനെ പനയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അരിയും ചോറും ഒക്കെ കുറവാണെന്നല്ലേ പറയും. ആ ഒരു കാലം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയത്തുമില്ല, അവര് കഴിക്കത്തുമില്ല അല്ലെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താല് വൈകുന്നേരങ്ങളിലൊക്കെ അവര് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ജീരകം, ഏലക്കാപ്പൊടി അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ഇത് ആ പനംപൊടിയുടെ ആ നാച്ചുറൽ ടേസ്റ്റ്. ഒരു ചട്ടി അടുപ്പ് വെച്ചു, 1 സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യൊക്കെ ചൂടായപ്പം നമ്മളിത് ആദ്യം തന്നെ നമ്മുടെ ഈ ഏത്തപ്പഴം ഒന്ന് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാവേ. വാട്ടിയിട്ട് എടുക്കൊന്നും വേണ്ട, അതിൽ തന്നെ കിടന്നാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക്, പണ്ട് നെയ്യൊന്നും ഇല്ലായിരുന്നു, 1 സ്പൂൺ അങ്ങ് ഒഴിക്കുകയായിരുന്നു. ഇത് നമ്മളൊന്ന് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇച്ചിരി ഒന്ന് മിനുക്ക് പണിയൊക്കെ ചെയ്തില്ലെങ്കിൽ അവര് കഴിക്കത്തില്ലല്ലോ. ഇത് മൊത്തം അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പഴമൊക്കെ ഇങ്ങനെ വാടിക്കോട്ടെ. ആ സമയത്ത് പനംപൊടി ഒന്ന് മിക്സ് ചെയ്യണ്ടേ കുറച്ച് വെള്ളത്തില്. നമ്മുടെ പനംപൊടി ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പഴമൊക്കെ വാടി വന്നു. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാവേ. എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന പനംപൊടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കണ്ടോ, നമ്മുടെ പനംപൊടിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ശർക്കര ചേർത്തുകൊണ്ടാണ് ഈ കളർ വന്നത് കേട്ടോ. ശർക്കരപ്പൊടി ചേർത്തിട്ടേ നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ. കുറുകി വന്നു നല്ല പോലെ. ഇതെന്നാന്നറിയോ? ഇതിനകത്ത് ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഒന്നും ചേർത്ത് ഇതാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് ഇച്ചിരി മധുരവും കൂടെ വേണം എനിക്ക്. അപ്പൊ ഞാൻ ഈ മധുരവും കൂടെ ചേർക്കുവാണേ. ഈ ശർക്കരപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത്, എനിക്ക് മധുരം ഇച്ചിരി കൂടെ വേണം. നല്ല കളറുള്ള ശർക്കര, മറയൂർ ശർക്കര ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കളറും. അങ്ങനെ നമ്മുടെ പനംപൊടി ഏത്തപ്പഴം കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തില് നമുക്ക് അങ്ങ് വാങ്ങിയേക്കാവേ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഇത് വെറുതെ ഇങ്ങനെ, ഇതിപ്പോ കുഞ്ഞുങ്ങൾക്കൊന്നും അല്ല, വലിയവരും കഴിക്കണം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. കണ്ടോ, തോണ്ടി തോണ്ടി കോരി തിന്നാം. അങ്ങനെ നമ്മുടെ മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പനംകുറുക്ക്, ഏത്തപ്പഴം ഇട്ടുള്ള പനംകുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്കെന്നല്ല, വലിയവരാ കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.